ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഷോർട്സ് എടുക്കാമെന്നാണ്. പിന്നെ എനിക്ക് തോന്നി ലോങ് വീഡിയോ എടുക്കാമെന്ന്. കാരണം ചിലപ്പോൾ അതിരിക്കും രസം. അപ്പോൾ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അഞ്ചേച്ചിയും കുട്ടിയാട്ടും പൂക്കോട്ടത്തും എല്ലാവരും ഓൺ ദ വേ ആണ്. അപ്പോൾ ഇവിടെ കൊണ്ടോട്ടി എത്താനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കൊണ്ടോട്ടി എത്തണം. അപ്പോൾ ഞാൻ വേഗം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെനിക്ക് തോന്നുന്നു ഒരു 3-3:30 ആകുമ്പോഴേക്കും ഇറങ്ങും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോട്ടെ. ഇവിടെ നിന്ന് പോകുന്നത് അമ്മായിൻ്റെ കൂടെയാണ് കേട്ടോ. അരീക്കോടത്തെ മാമയും അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ കീശ്ശേരി വരെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അവരുടെ കൂടെ പോവാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ബാക്കി വിശേഷം കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവാണ് കേട്ടോ. കൊണ്ടോട്ടി എത്തിയിട്ട് അവരെ കാത്തിക്കണം. അവരെവിടെ എത്തിയെന്നൊരു ഐഡിയ ഇല്ല. അവരങ്ങനെ എത്തിയിരിക്കുകയാണ്. ഫുള്ള് വ്ളോഗാണല്ലോ. കുഞ്ഞോളേശില്ല. ഓ ചേച്ചി കറക്റ്റ്. ഓക്കെ നിങ്ങള് തിരിയുന്ന മീനു ഹായ് കൊടുക്ക്. കെട്ട വർത്താനാക്കി അതാകുമ്പോ നല്ല രസമല്ല മറ്റേ ചെയ്യാം. നിങ്ങള് വ്ളോഗൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു വ്ളോഗ് ഇട്ടല്ലോ. ഒന്ന് ഞാൻ വേണ്ടില്ല. എന്നിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ ഇന്ത്യൻ നെറ്റ് പോലും ഇല്ല. എന്നിട്ട് ഞാൻ കണ്ടിട്ട് മൊണ്ണെന്ന് കൈസ്. അയ്യോ ഇവിടെ വെയിലത്തുനിന്ന് നല്ല രസമുണ്ട് കേട്ടോ. ഹായ് ഗൈസ് അല്ലേ. ഇവിടെ തന്നെ മീന മുട്ടായി ഞാൻ തരില്ല. എന്ത് തന്നാലും ഇത് ഞാൻ തരില്ല. അതൊക്കെ ഞാൻ കാറിൽ കേറിയപ്പോ ചാരുക്ക് തന്നതാട്ടോ. പക്ഷെ അത് ഇവിടെ ഇന്റെ അടുത്ത് നടക്കൂല. ചാരുവോ ഇന്ന് എനിക്ക് മുട്ടയൊക്കെ തരുന്ന അമ്മായി വന്നിരുന്നു. എനിക്ക് കൊറേ സാധനം കൊണ്ടുവന്നു. എനിക്ക് മാഗി, മറ്റേ ബ്രെഡ്, ജാമ് എന്തൊക്കെ കൊണ്ടതറിയാം. ബ്രെഡ് ജാമൊക്കെ ഉണ്ടതാ പ്രത്യേകം പറഞ്ഞു. ബേപ്പൂരിക്കായിട്ട് പോണം. അപ്പൊ അവിടെ വിനീത് ശ്രീനിവാസ് വരുന്നുണ്ട്. കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കൊരു വ്ളോഗൊക്കെ എടുക്കായിരുന്നു. കാണാൻ പറ്റിയാ മതിയിരുന്നില്ലേ. എന്താണ് എന്റെ പ്രശ്നം? പ്ലാൻ ചെയ്ത് നോക്കിയപ്പോ എന്തിനാണ് എന്റെ കൈ എന്തിനാണ്? നമുക്കൊരു ചലഞ്ച് ആക്കിയാ മലയാളത്തിൽ സംസാരിക്കട്ടെ എല്ലാവരും. അപ്പോ ഇവിടെ അമ്മൻ്റെ നമുക്കൊരു ടാസ്ക് തന്നിരിക്കുകയാണ്. എല്ലാവരും നല്ല ശുദ്ധ മലയാളത്തിൽ. ഇപ്പൊ ഞാൻ കേറിയതോട് കൂടിയിട്ട് ഇവര് ഭയങ്കര ലോക്കലായിട്ടാണ് സംസാരിക്കുന്നത്. ജിബോണൊക്കെ ഭയങ്കര ലോക്കലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് മൊത്തം. അപ്പൊ അമ്മൻ്റെ ഒരു ടാസ്ക് തന്നിരിക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ, അതായത് ഭയങ്കര നീറ്റായിട്ട് സംസാരിക്കാം. നമുക്ക് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇജ് അങ്ങനെയൊന്നും സംസാരിക്കാതെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കാന്ന്. നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ആകുമ്പോ നമ്മൾ ആരും മിണ്ടില്ല. പാട്ട് ഇടുക. അല്ല ഞാൻ പറഞ്ഞതാ. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയട്ടോ. അതല്ല, നിങ്ങള് മറ്റൊരു റീലിട്ടില്ലേ 2025 ഇനി ഫൈറ്റ് ഒന്നും വേണ്ട. എവിടെ ഇപ്പൊ ആരും അങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ. നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണ് ഫസ്റ്റ് തുടങ്ങിയത്. നിങ്ങളെല്ലാരും ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. 25 ഉണ്ണിമോള് നമ്മുടെ ആദ്യമായിട്ട് കേറിയിരിക്കാൻ. 2025 വേണ്ട, നമ്മളൊക്കെ എന്താ പറയാ നമ്പൂതിരിമാരെ പോലെ സംസാരിക്കും. അത് കുട്ടിയാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും ആ കാര്യത്തില്. ഓ അത് എനിക്ക് അത്ര അങ്ങോട്ട് പോരൂലട്ടോ. കറക്റ്റ് മലപ്പുറം ഭാഷയാണെങ്കിൽ ഞാൻ പറഞ്ഞ സെറ്റാക്കിരാ.
ടാസ്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്പൂതിരി ഭാഷ അങ്ങോട്ട് കുടിക്കുക മതി. കുട്ടി എങ്ങടായി പോണേ? ഫെസ്റ്റിനാണല്ലേ? കറക്റ്റ് മലപ്പുറം ഭാഷയിൽ എല്ലാരും സംസാരിച്ചു നോക്കി. അങ്ങനല്ല, നമുക്ക് സൗകര്യം അല്ല, നമ്മളത് കറക്റ്റ് മലപ്പുറം ഭാഷ ഒന്നല്ല. ഇല്ലല്ലോ, നമ്മള് ഏതാണ് ഇത് ചോദിച്ചു നോക്കി. നിങ്ങൾ ക്ലാസ് താത്തിട്ട് ചോദിക്കണം ഏതപ്പനേജി എന്ന് പറയണ ഫസ്റ്റ്. ആദ്യം മലപ്പുറത്തിന്റെ ഒരു പ്രത്യേക എല്ലാരും സംസാരിക്കും പോയാടുന്നത്. അതിപ്പോ ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കണം. ഷഞ്ചേച്ചി ഇപ്പൊ അത് സംസാരിക്കില്ല, അതുകൊണ്ട് കൊറേ സ്കൂളിലെത്തിയാലും. പക്ഷെ ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇംഗ്ലീഷ് ഞാൻ മിണ്ടൂല. അപ്പൊ മീന് മാത്രം സംസാരിക്കും. ഏത് നടക്കണില്ല. ഇതിൽ നമുക്ക് റോളില്ല. Bepur reached, I speak Malayalam. When which time Bepur not reached, that every time I speak English. പെരുമ്പാമ്പ് അല്ല, അതൊക്കെ മേലെയാണ്. അതെ, മൂർക്കം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. എവിടെ ഇപ്പൊ നമ്മൾ എത്തിയേ? ചെറുവണ്ണൂരോ? ചെറുവണ്ണൂർ എത്തിയിട്ടുണ്ടോ? ഭയങ്കര ബ്ലോക്ക്. അത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? കണ്ടോ, ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്യണം, കാരണം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത്രയ്ക്കും ബ്ലോക്ക്. ഒരു വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ ബ്ലോഗേഴ്സിന്റെ തല്ലാണ്. കാവ്യാസ് ബ്ലോഗ്, വട്ടയില, സ്നേഹം, അങ്ങനെ കുറെ ബ്ലോഗേഴ്സിനെ ഇവിടെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇവരാണ് വട്ടയിലയുടെ ഉടമസ്ഥർ. ഇത് കാവ്യ. കാവ്യയുടെ ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. ഇനി ഇവിടെ എവിടെയെങ്കിലും ചാണകം ഇല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ ഭക്ഷണം കൊണ്ടിടും. ഇത് പുല്ലല്ലേ, കണ്ടോ? ആ ചാണകം കണ്ടോ. അപ്പൊ നമ്മൾ ചാണകം ചവിട്ടാതെ പോണം. ബേപ്പൂരിക്ക് 2 കിലോമീറ്റർ കൂടെ നടക്കണം അല്ലേ? അപ്പൊ നമ്മളിനി നടക്കട്ടെ കേട്ടോ. അയ്യോ, കുഴങ്ങി മീന് ഫുൾ എനർജി ഇല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കുഴങ്ങിട്ടു, കുറച്ച് കുഴങ്ങി. ഇനി എങ്ങട്ടാ തിരിയണോ? അവര് പറ്റുന്നിട്ട് തിരിയാൻ, നമുക്ക് ഇങ്ങോട്ട് തിരിയണ്ട അറിയില്ല. ഇനി എങ്ങട്ടാ? എല്ലായിടത്തും പോലീസുണ്ട്. ഇവരെന്താ പിടിച്ചേ? ഒരുപാട് പോലീസ് ഉണ്ട് കേട്ടോ. ഏത് വണ്ടിയില്? അല്ല, ഓലോ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ചു, കാരണം 2 കിലോമീറ്റർ നമുക്ക് നടക്കാൻ വയ്യ ഗൈസ്. ഞങ്ങൾ ബസ്സിൽ പോട്ടെ. ഓടിക്കോളി. നിങ്ങളെ ഞങ്ങളെത്തൊക്കെയാണ്. അമ്മോ അപ്പോൾ ജങ്കാറിൽ ഇത്ര ആൾക്കാർ കേറുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഭയങ്കര ക്യൂ ഉണ്ട് അവിടെ. ഇതെന്ന് പറയുന്നത് അത് ഞാൻ വീണ കൊടിയായോ? നമ്മളെ ബ്ലോഗറെ കണ്ണട താഴത്ത് വീണു, പൊട്ടിപ്പോയാ. ഇതിന്റെ ഇടയിൽ നിന്ന് പൊട്ടാതെ കിട്ടിയത് അവളെ ഭാഗ്യാണ്. പൊട്ടലില്ല, പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ പൊട്ടിക്കും. എടുക്കുന്നു ഉണ്ടോ ജാട. എന്ത് പോയാലും പ്രശ്നമില്ല, ലിപ്സ്റ്റിക്ക് പോകരുതെന്നാണ്, മേക്കപ്പ് ലിപ്സ്റ്റിക്കും പോകരുതെന്നാണ് ആകെയുള്ളൊരു പ്രാർത്ഥന.
ശ്രീനിവാസൻ മറ്റേ ചെങ്ങാന്റെ പേരെന്തേന്നു? ബേസിലല്ല, ബേസിലുണ്ട്. പക്ഷെ ബേസിൽ ഞാൻ കണ്ടില്ല. മറ്റേ ചെങ്ങായിനെ മഞ്ഞ കുട്ടേട്ടനെ കണ്ടത് ഞങ്ങൾ എടുത്തു നിന്ന് കണ്ടു. കൊള്ള നല്ല രസത്തിലേ കാണാൻ വേണ്ടിട്ട്. നല്ല വെളുത്ത് തുടുത്ത ചെക്കൻ അങ്ങനെ സിനിമയിൽ കാണേനെക്കാട്ടിലും ഗൈസ്. അപ്പൊ ഇവര് ഓരോ ഐസ്ക്രീം കഴിക്കാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ചായ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. അവിടെ ഒരു ചായ റെഡിയൊക്കെ ഉണ്ട്. ഒരു ഡ്രോണിന്റെ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കണേ. ശ്രീനിവാസൻ അവിടെ നിന്ന് പാടുണ്ട്. നമ്മളെല്ലാവരും കൂടെ പോയിട്ട് ഇപ്പൊ ഇവരങ്ങോട്ട് കടത്തി വിടുകയില്ല. കാരണം അത്രയ്ക്കും തിരക്കാണ്. കടത്തി വിട്ട ഭയങ്കര സീനായിരിക്കും. അതുകൊണ്ട് ആരും കടത്തി വിടില്ല. എന്തായാലും നമുക്ക് കടന്ന് കേൾക്കാം. അത്രേ ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ഉണ്ടോ? നമ്മൾ ഇവിടെ നിന്നിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇവര് വരുന്നുണ്ട്. കാരണം അത്രയും റഷായിട്ടാണ്. അങ്ങനെ ലാസ്റ്റ് ഗൈസ് ഞങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനും അമ്മായിയും മീനുട്ടിയും കൂടെ എങ്ങനെയൊക്കെയോ തിക്കി തിരക്കിയിട്ട് സ്റ്റേജിന്റെ ഒരു സൈഡിലെത്തിട്ടോ. മമ്മൂട്ടി ഫാൻസ് ആരൊക്കെയുള്ള Terus